എൻ്റെ പേര് ബഷീർ. എനിക്കൊരസുഖമുണ്ട്. ആ അസുഖം എനിക്ക് ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ വായിക്കൂടും മൂക്കിക്കൂടും ബ്ലഡ് വന്നു. അപ്പോൾ അത് ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ച്, ഡോക്ടർ സുജിത് സാറ് പറയും, ഫിസിഷ്യനാണ്. മൂപ്പര് സമീപിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ചിക്കോട് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു. കഞ്ചിക്കോട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പോയി. ആ കഞ്ചിക്കോട് ക്യാൻസർ സെൻറ്ററിൽ പോയി ആ ടെസ്റ്റ് ചെയ്ത് അത് രോഗം ഉറപ്പിച്ച് ലങ്സിൽ ക്യാൻസർ തുടക്കമാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് നേരെ RCC പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഒരുപാട് പൈസക്കും ചിലവുണ്ട്, കാര്യങ്ങൾ ഓരോ നമ്മൾ സാമ്പത്തികമായിട്ട് എല്ലാം ബാക്കിലാണ്. അപ്പോൾ ഒരാൾ എന്നെ പടച്ചോൻ്റെ പോലെ അക്ബർ ബാഷാവുണ്ട് ഒരാൾ, അയാൾ എന്നെ സമീപിച്ച് ഇങ്ങനെ നേപ്രമ്പിൽ ഒരു അൽസിഫ എന്ന അക്കീപഞ്ചർ, അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി ആ മാഡത്തെ കണ്ട് ആ മാഡം എന്നെ നോക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് നല്ല ശരീരം നന്നായിട്ട് നന്നായിട്ട് ഞാൻ ഇരിക്കണം. എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ 3 വർഷം മുമ്പേ 3 വർഷം ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് എനിക്കൊരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ PK ദാസ് ഡോക്ടർ റിയാസ് സാറ് പറയും, ഒരു MD ആണ്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയോട് മൂപ്പരത്ത് പോയി. അപ്പോൾ മൂപ്പര് സാറ് പറഞ്ഞത് ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളി, നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളുണ്ട് പറഞ്ഞു. അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു സ്കാനിങ് ചെയ്ത് നോക്കി നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ലെൻസൊക്കെ വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നടക്കുമ്പോൾ കിതപ്പില്ല, വളരെ ഹാപ്പിയായിട്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്, മാറ്റങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാനവിടെ 5 കൊല്ലമായി ട്രീറ്റ്മെൻറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരം നല്ല ക്ലീനായി, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, നല്ല സമാധാനമുണ്ട് എനിക്ക്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. എന്നെ സംബന്ധിച്ചോളം എന്താണ് ഒരു കുഴപ്പമില്ല, വളരെ റാഹത്താണ്. മരുന്ന് ഒന്നും ഞാൻ കഴിക്കില്ല. ഇപ്പം ഞാൻ വരും, ഒരു 10 ദിവസം കൂടി വരും, ഒരു 1.5 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും പോകും. പിന്നെയും ഒരു 10 ദിവസം കഴിയുമ്പോൾ വരും, 1.5 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പോകും. മെഡിസിനുമില്ല, ഒന്നുമില്ല. ഞാൻ വളരെ കറക്റ്റായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ശരീരത്തിലെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വന്നതിൽ കൂടുതൽ 5 വർഷമായി, 5 വർഷമായി ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ മാറ്റം ശരീരം കൊണ്ടും മനസ്സമാധാനം എല്ലാം. അത് എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഉമ്മാക്ക് ഇതായിരുന്നു ക്യാൻസർ. അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് കണ്ടുപിടിച്ചത്. ഇതേ മാഡത്തിന് ഞാൻ വന്ന് നോക്കി. അപ്പം മാഡം പറഞ്ഞു അങ്ങേ അറ്റായി ബഷീർക്ക, ഇത് പറ്റില്ല. എൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്ത്, എൻ്റെ പെങ്ങൾക്ക് വേരും. 2 എൻ്റെ അനുഭവത്തിൽ കീമോ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് 2 എൻ്റെ മടിയിൽ കിടന്ന് മരിച്ച അനുഭവം വെച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഉത്തമമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ മനസ്സ് നല്ല റാഹത്വമാണ്, സമാധാനമാണ്, നല്ല ഹാപ്പിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വരുന്നുണ്ട്. 10 ദിവസം വരുമ്പോൾ ഒരിക്കൽ വരും, ഒരു ഡോസ് വെക്കും പോകും. ഇനിയും 10 ദിവസം വരുമ്പോൾ ഒരു ഡോസ് വെക്കും പോകും. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഒരു തൊഴിലിന് പോകാൻ അത് മാഡം അനുമതി തന്ന അത് ഞാൻ പോകാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലേക്കൊരു ധൈര്യമുണ്ട്. മാഡം വരട്ടെ എന്ന് പറഞ്ഞു. അതുകൂടി ഇതാക്കിയിട്ട് ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. എനിക്ക് എന്നെ കണ്ടപ്പോൾ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ പറയില്ല. അവിടെ വന്ന അവസ്ഥയല്ല എനിക്കിപ്പോൾ. എനിക്ക് അതിൻ്റെ ഒരു ചിന്താഗതിയേ ഇല്ല, ഒരു പ്രശ്നം എനിക്കില്ല. പിന്നെ അസുഖക്കാരനാണെന്ന് ആരും കണ്ടാലും പറയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമാണ്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഒരു അസുഖക്കാരനാണെന്ന് ആരും പറയില്ല. അവർക്കിത് മനസ്സ് വിട്ടതാണ്. പടച്ചോൻ്റെ പോലെ ഒരാൾ അക്ബർ ബാഷാവുണ്ട്. അത് അവരുടെ അനുഭവം എനിക്ക് പങ്കിട്ടു. എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് പങ്കിടണമല്ലോ.